ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വീറ്റ് തന്നെയാണ്, കേസരി എന്ന് പറയും. അപ്പോൾ ഇത് തമിഴ്നാട്ടിലൊക്കെ ഏത് ഹോട്ടലിൽ പോയാലും അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനും അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്വീറ്റാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇതിന് നല്ല മധുരവും ആവശ്യത്തിൽ കൂടുതൽ നെയ്യും ഒക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിലെന്തെങ്കിലും കുറവ് വരുത്തിയാൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ അത്രയും തന്നെ ചേർത്തിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത്, ഇതിപ്പോൾ ഞാൻ ചെറിയ അളവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഞാനിവിടെ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വേണം മറ്റുള്ള ഇൻഗ്രീഡിയൻറ്റും എടുക്കാൻ. ഇപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ റവ എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് റവയാണ്, എന്നാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്, റോസ്റ്റഡ് റവ. പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ നെയ്യ്. പിന്നെ വേണ്ടത്, ആദ്യം തന്നെ ഇതൊന്ന് നെയ്യിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ഉണക്കമുന്തിരിയും, പിന്നെ ഇത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 2-3 ഏലക്ക. അപ്പോൾ ഇത്രയൊക്കെയാണ് വേണ്ടത്. പിന്നെ ഫുഡ് കളർ വേണം, അത് യെല്ലോ കളറ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഉണ്ടാക്കാനൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം കൂടി റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു ഗ്ലാസ് റവയല്ലേ, അപ്പോൾ 2 ഗ്ലാസ് ചൂടുവെള്ളം തിളപ്പിച്ച് വയ്ക്കാം. അപ്പോൾ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. റവ, നെയ്യ്, പഞ്ചസാര, ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതെല്ലാം ഇങ്ങനെ മുന്നിട്ട് തന്നെ നിൽക്കണം. ഇതിലേക്ക് കാഷ്യൂ ഇട്ടിട്ടാം. ഈ നെയ്യിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് വറുത്ത് കോരി വെക്കാം. അപ്പോൾ ഇതൊന്ന് വറുത്ത് കോരാം. ഇനി ഇതിലേക്ക് മുന്തിരി കൂടി ചേർക്കാം. റെഡിയായിട്ടുണ്ട്. ഇതുകൂടി കോരിയെടുക്കാം. രണ്ടും കഴിഞ്ഞു. ഇനി നമുക്ക് റവ ഇട്ടുന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് റോസ്റ്റഡ് റവയാണ്, എന്നാലും നമുക്കത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഞാൻ ചെറു തീയിലാണ് ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ, നെയ്യ് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്.
അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ റവ എടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ പഞ്ചസാരയും എടുക്കണം. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് പഞ്ചസാര അതേ ഗ്ലാസ്സിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 സ്പൂൺ വേണ്ട, അതിലും ഒരു അല്പം ഒരു നുള്ളെന്നൊക്കെ പറയില്ലേ, ഒരു നുള്ള് കളറ് ചേർക്കുക. ഓൾറെഡി ഇതിന് മഞ്ഞ കളറുണ്ട്, കാരണം നെയ്യിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളറിലും കേസരി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചൂടുവെള്ളം ചേർക്കണം. പഞ്ചസാര ചേർക്കുക. അതേ സമയം തന്നെ ചൂടുവെള്ളം കൂടി ചേർക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് വെന്തൂന്ന് എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വിട്ട് വിട്ട് വരും. ഇത് നന്നായിട്ട് വെന്ത് റെഡിയായി കഴിയുമ്പോൾ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ ഇങ്ങനെ വിട്ട് വിട്ട് വരും. അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ നോക്കാം. ഈ സമയം തന്നെ നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാട്ടോ. ചൂടുവെള്ളം, റവ, പഞ്ചസാര, നെയ്യ്, പിന്നെ കുറച്ച് കാഷ്നട്ടും ഉണക്കമുന്തിരി, ഇത്രയും ആവശ്യമുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു സ്വീറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടല്ലേ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. പിന്നെ സാധാരണ മധുരം കുറച്ചും കൂടി കൂടുതലാണ് എല്ലാവരും എടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-1.5 ഗ്ലാസ് വരെ എടുക്കാവുന്നതാണ്. ഞാനൊരു അല്പം മധുരം കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ നെയ്യ് ഒഴിക്കുന്നവരുണ്ട്. അങ്ങനെ ഒഴിക്കുമ്പോൾ ഇത് ഭയങ്കര കുറച്ചും കൂടി ലൂസായിട്ട് കിടക്കും. അത്രയും നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നെയ്യും പഞ്ചസാരയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം കൂടി ചേർക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേസരി. അപ്പോൾ എല്ലാവർക്കും ഈ സ്വീറ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി ചൂടോടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം, ഏതെങ്കിലും ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയാക്കി എടുക്കാം. എങ്ങനെയാണെങ്കിലും കഴിക്കാൻ വളരെ നല്ലതായിട്ടുള്ള ഒരു സ്വീറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.